പണ്ട് കാലങ്ങളിൽ ഈ തരിപ്പ് മരവിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ വയസ്സായ ആളിൽ മാത്രം കണ്ടുവരുന്ന ഒന്നായിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞാൽ അധികം പ്രായമില്ലാത്ത ആളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറോട് ചോദിച്ചറിയാവുന്നതാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഹിബ സരോവയിലെ അശ്വിന ഡോക്ടറാണ്. വെൽക്കം ഡോക്ടർ. അപ്പോൾ ഡോക്ടർ, ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട് ഈ മരവിപ്പ് തരിപ്പൊക്കെ വരുന്നതിന്? നോർമൽ ആണോ? തരിപ്പ് മരവിപ്പൊക്കെ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ളവരിലാണ്. അതായത് ഈ വൈറ്റമിൻ B12 നമ്മളെ നെർവ് ഹെൽത്തിന് അല്ലെങ്കിൽ നെർവിന് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ B12. ഇത് കുറയുന്ന സമയത്ത് നെർവ് ഡാമേജ് വരികയും ഇതുപോലുള്ള തരിപ്പ് മരവിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അതുകൂടാതെ മറ്റു പല സിംറ്റംസ് ഉണ്ടാവും. ഒരു സൂചി കുത്തുന്ന പോലെ നമ്മുടെ കയ്യിലും കാലിലും ഒരു സെൻസേഷൻ ഉണ്ടാവുക, ഒരു ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ വൈറ്റമിൻ B12 അല്ലാതെ ഡയബറ്റിസ്, ഒരുപാട് നാളായിട്ട് ഡയബറ്റിക്സ് ഉള്ളവർ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഇവരിലും ഇതുപോലുള്ള തരിപ്പ് കണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇങ്ങനെ ഡിസ്കിൽ പ്രോബ്ലം ഉള്ളവർ, ഇപ്പോൾ കഴുത്തിൻ്റെ ഒക്കെ ഭാഗത്ത് ഡിസ്കിന് കംപ്രഷൻ ഉള്ളവരിൽ ഈ ഷോൾഡറിലോട്ട് അല്ലെങ്കിൽ കയ്യിലോട്ടൊക്കെ ഈ മരവിപ്പ് വരാം. അതുപോലെ ഈ ബാക്ക് പെയിൻ ഉള്ളവരിൽ ഈ തരിപ്പും മരവിപ്പൊക്കെ കാലിലോട്ട് വരാം, ഒരു റേഡിയേറ്റിംഗ് പെയിൻ പോലെ. ഇതുകൂടാതെ തന്നെ പുകവലി മദ്യപാനമൊക്കെ ഉള്ളവരിൽ പെരിഫറൽ ആർട്ടറി ഡിസീസ് വരാം, അല്ലെങ്കിൽ മതിയായ രീതിയിൽ ഈ ഓക്സിജനും ന്യൂട്രിയൻസും ഒന്നും കയ്യിലും കാലിലും എത്തില്ല ഈ പെരിഫറൽ ആർട്ടറി ഡിസീസിൽ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലും ഇതുപോലെയുള്ള തരിപ്പും മരവിപ്പും വേദനയൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ, അതേപോലെ തന്നെ ഈ രക്തത്തിൽ വിറ്റാമിൻ B12 കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൈറ്റമിൻ B12 കുറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ തരിപ്പ് മരവിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ക്ഷീണം വരിക, വിളർച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കയ്യിലും കാലിലും സൂചി കുത്തുന്ന പോലെയുള്ളൊരു സെൻസേഷന്. അതുപോലെ തന്നെ ചിലർക്ക് അമിതമായിട്ടുള്ള തലവേദന ഉണ്ടാവാം. ചിലരിലാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വായിൽ പുണ്ണ് വരുന്ന ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ നാക്കിൽ നന്നായിട്ട് റെഡ്നെസ്, നാക്കിലൊരു തടിപ്പ് പോലെയുള്ള, പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നാവ് നന്നായിട്ട് നീറുക, വായിൽ തൊലി പോകുന്നതും ഒക്കെ ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ആണ്. കൂടുതലായിട്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് വരുന്നത് ഈ വെജിറ്റേറിയൻസിലാണ്. കാരണം വൈറ്റമിൻ B12 കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് മാംസാഹാരത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൂടുതലായിട്ടും വെജിറ്റേറിയൻസിൽ വരുന്നുണ്ട്. അതുപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവരിലും വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ, ഈ വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി എങ്ങനെ മാനേജ് ചെയ്യാം? ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡിൽ 300 to 900 പൈക്കോഗ്രാം/ml ആണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡിൽ തന്നെ കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞു വെജിറ്റേറിയൻസിലാണ് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണുന്നത്. കാരണം ഈ വെജിറ്റബിൾ സോഴ്സിൽ വൈറ്റമിൻ B12 കിട്ടുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ കേസുകളിൽ അവർ സപ്ലിമെൻറ്റ്സ് എടുക്കണം. അല്ലാതെ നമുക്ക് ഫുഡിലൂടെ ചെയ്യാൻ പറ്റുന്നത് നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇറച്ചി, മുട്ട, മീൻ, അതുപോലെ ലിവർ ഇതുപോലുള്ള ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡിലൂടെ തന്നെ ചെറിയ ഡെഫിഷ്യൻസീസ് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ നല്ല സിവിയർ ഡെഫിഷ്യൻസിയാണ്, ഒരു 200-നൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കണം. അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കുക. നമുക്ക് ഓറൽ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്, അതോടൊപ്പം തന്നെ ഇഞ്ചെക്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡിൽ മാനേജ് ചെയ്യാൻ പറ്റും. നല്ല സിവിയർ ആണെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുക, ഇഞ്ചെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ടോ നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. എല്ലാ തരിപ്പിനും മരവിപ്പിനും വിറ്റാമിൻ B12 കഴിച്ചാൽ മതിയോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ മരവിപ്പ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഒന്നെങ്കിൽ വൈറ്റമിൻ B12 കുറവാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നെർവ് കംപ്രഷൻ വന്നിട്ടോ, അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഉള്ളവരിൽ ഡയബറ്റിക് ന്യൂറോപ്പതി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ മരവിപ്പ് കാണാം. അതുകൊണ്ട് എന്താണ് ഇതിന് കാരണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ട്രീറ്റ് ചെയ്യാം. അതായത് നമുക്ക് പല ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ടെസ്റ്റ്, അതായത് ഈ നെർവിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെർവ് കണ്ടക്ഷൻ ടെസ്റ്റുകൾ ചെയ്യാം. അതുപോലെ ഡയബറ്റിക് ന്യൂറോപ്പതി ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ലെവൽ നോക്കാം, HbA1c നോക്കാം, ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാം. അതുപോലെ നമുക്ക് വേറെ ഈ ഡിസ്കിന് കംപ്ലയിൻസ് ഉണ്ടോ എന്ന് നോക്കാൻ എക്സ്റേ, MRI പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അല്ലാതെ എല്ലാ മരവിപ്പിനും നമുക്ക് വൈറ്റമിൻ B12 കഴിച്ചാൽ നമുക്ക് ആശ്വാസം കിട്ടില്ല. B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത്. അല്ലാത്ത കാരണങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം.
അപ്പോൾ ഡോക്ടർ നേരത്തെ ഡയബറ്റിക് ന്യൂറോപ്പതിനെ പറ്റി പറഞ്ഞു, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും? ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഈ ഡയബറ്റിക്സ് ഉള്ളവരിൽ അത് കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ, അതെന്ന് വെച്ചാൽ ഒരു ഒപ്റ്റിമൽ ലെവലിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഡയബറ്റിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വരുന്നൊരു കണ്ടീഷനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് ഷുഗർ അധികമായിട്ട് വരുമ്പോൾ ഈ കാലിലോട്ടും കയ്യിലോട്ടൊക്കെ ഉള്ള ബ്ലഡ് വെസൽസിന് ഡാമേജ് വരികയും മതിയായ രീതിയിലുള്ള ന്യൂട്രിയൻസും ബ്ലഡ് സപ്ലൈ ഒന്നും ഈ കാലിലോട്ടും കയ്യിലോട്ടും എത്തില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടിനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി പറയുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലുള്ള തരിപ്പ് മരവിപ്പ് ബുദ്ധിമുട്ടുകളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. കൂടുതലായിട്ടും കാലിലാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നുവെച്ചാൽ അവിടേക്ക് മതിയായിട്ട് രീതിയിലുള്ള ബ്ലഡ് സപ്ലൈ എത്താത്തതുകൊണ്ട് ആദ്യം വിരലുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ പതിയെ പതിയെ അത് നമുക്ക് കാൽപാദത്തിലോട്ട് അങ്ങനെ മുകളിലോട്ട് കയറി വരാം. ഇത്തരം കേസുകളിൽ ആദ്യം മരവിപ്പും തരിപ്പൊക്കെയാണ് വരിക. പിന്നീട് നമുക്ക് പെയിന് സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. ചിലർക്ക് കണ്ടിട്ടില്ലേ ഈ ഡയബറ്റീസ് ഉള്ളവരിൽ അവർക്ക് ചെരുപ്പ് ഇട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ചെരുപ്പ് ഊരിപ്പോവുക പോലുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇതൊക്കെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി കാരണമാണ്. തുടക്കത്തിൽ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി നമുക്ക് കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ തടയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പെയിൻ സെൻസേഷൻ കുറഞ്ഞ് പല ഡേഞ്ചറസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അത് നയിക്കുന്നുണ്ട്. ഡോക്ടർ, അതേപോലെ തന്നെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഡേഞ്ചറസ് ആണോ? ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇങ്ങനെ മരവിപ്പായിട്ടൊക്കെ തുടങ്ങുക. വിരലുകളിലും പാദങ്ങളിലൊക്കെ ഒരു മരവിപ്പായിട്ടാണ് തുടങ്ങുക. പക്ഷെ പതിയെ പതിയെ ഈ ഷുഗർ കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പെയിന് സെൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഡയബറ്റിസ് ഉള്ളവരിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും മുറിവ് ഉണ്ടായാലും അവർ അറിയില്ല. ഈ മുറിവ് ചികിത്സിക്കാതിരുന്നാൽ, പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവരിൽ ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ചെറിയ മുറിവുകൾ അവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർക്ക് ഇങ്ങനെ ഡയബറ്റിക് ഫൂട്ട്, അതുപോലെ ഗാംഗ്രീന് പോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അത് നയിക്കും. അപ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്താൽ നമുക്ക് കാല് വിരലുകൾ അല്ലെങ്കിൽ കാൽപാദം ആംബ്യൂട്ട് ചെയ്യുക, അതായത് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്താം. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ, വിറ്റാമിൻ B12 ആൻഡ് ഡയബറ്റിക് ന്യൂറോപ്പതി എങ്ങനെ തിരിച്ചറിയാം നമുക്ക്? വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അത് കാലിലും കയ്യിലും ഒരുപോലെ മരവിപ്പ് വരും, അത് എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽ വിരലുകളിലാണ് ആദ്യമായിട്ട് മരവിപ്പ് തുടങ്ങുക. പിന്നെ കാൽപാദങ്ങളിലോട്ട് അങ്ങനെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യും. കൂടുതലായിട്ട് രാത്രി സമയത്താണ് കണ്ടുവരുന്നത്. ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം വരുന്ന തരിപ്പാണെന്നുണ്ടെങ്കിൽ അത് ഒരു പെട്ടെന്നുണ്ടായൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഡയബറ്റിക് ന്യൂറോപ്പതിയിലാണെന്നുണ്ടെങ്കിൽ ഈ തരിപ്പ് ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും. ഡയബറ്റിസ് വന്നതിന് ശേഷം ഒരു 5 മുതൽ 10 വർഷമൊക്കെ എടുത്ത് വരുന്നതാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതും ഷുഗർ ലെവൽ കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിലാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ടുവരുന്നത്. പിന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണമാണെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഈ തരിപ്പ് മരവിപ്പ് അല്ലാതെ ഒരുപാട് ലക്ഷണങ്ങൾ കണ്ടുവരും. ക്ഷീണം, സ്ഥിരമായിട്ട് വരുന്ന പുണ്ണ്, പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക, തളർച്ച, ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ കൂടെ കണ്ടുവരും. അപ്പോൾ അതേപോലെ തന്നെ ഡോക്ടർ, ഷുഗറിന് വേണ്ടി മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് എടുക്കുന്നവർക്ക് ഈ വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കുമോ? ഷുഗർ ഉള്ള ആളുകൾ പൊതുവെ കഴിക്കുന്ന ഒരു ടാബ്ലറ്റാണ് മെറ്റ്ഫോമിൻ. ഈ മെറ്റ്ഫോമിന് കൂടുതലായിട്ടുള്ള ഡോസുകൾ കഴിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിക്കുന്നവരിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഈ മെറ്റ്ഫോമിന് വൈറ്റമിൻ B12 അബ്സോർപ്ഷനെ കുറക്കും. അത് കാരണമായിട്ടാണ് ഇവർക്ക് ഡെഫിഷ്യൻസി വരുന്നത്. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഡയബറ്റീസിന് ടാബ്ലറ്റ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പലപ്പോഴും അവർ ഈ കയ്യിലും കാലിലും മരവിപ്പ് തുടങ്ങുമ്പോൾ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ആണെന്ന് അവർ ഡൗട്ട് അടിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള മരവിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് എടുത്താൽ അത് കുറക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ ഇത്രയും നേരം നമ്മളായിട്ട് വിറ്റാമിൻ B12 അതേപോലെ തന്നെ തരിപ്പ് മരവിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ കൺസൾട്ടേഷൻ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.